This is Prince. Welcome back to my YouTube channel. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ചില സമയത്ത് നമ്മുടെ കഴിവുകൾ പോലും ഒന്നുമല്ല എന്ന് തോന്നുന്ന സാഹചര്യം ഉണ്ടാവും അല്ലെ. ഒരുപാട് കഴിവുകൾ ഉണ്ടെങ്കിലും ഒറ്റയ്ക്കായി പോയ ഒരു നിമിഷം നമുക്ക് ഓർമ്മ വരും അല്ലെ. ആകെപ്പാടെ ലൈഫ് മടുത്തി ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും അല്ലെ. അങ്ങനെ ആ വരുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് കൂട്ടും, എന്തിനായിരുന്നു ഓരോന്ന് പഠിച്ച ഒന്നുമല്ല ജോലി കിട്ടിയത്, വേറെ എന്തൊക്കെയോ ആണ്, അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ഇന്നത് പഠിക്കേണ്ടത് ആവശ്യമേ ഉള്ളായിരുന്നു. പക്ഷെ അങ്ങനൊന്നും അല്ല. നമ്മൾ ജീവിച്ചു വരുന്ന വഴി, നമ്മളുടെ ആ എക്സ്പീരിയൻസിലൂടെ നമ്മളുടെ ജീവിതത്തെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനാണ് ദൈവം ഓരോ വഴികളും തരുന്നത്. അപ്പം ചില സമയത്ത് ചില ബ്ലോക്ക് ഉണ്ടാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ കാണാതെ പോകുന്നത് കൊണ്ടാണ്. നമ്മളെ പോലെയുള്ള വേറെ കുട്ടികളുണ്ട്, നമ്മൾ അവരെ കാണാറുണ്ടോ? അനാഥാലയത്തിലെ പിള്ളേര്, ഭിന്നശേഷിയുള്ള പിള്ളേര്, അങ്ങനെ ദൈവത്തിന്റെ മക്കളായ ഒരുപാട് പേരുണ്ട്. ചില സമയത്തൊക്കെ നമ്മൾ ഇവ സന്ദർശിക്കേണ്ടതുണ്ട്. അവ സന്ദർശിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ആ ബ്ലോക്കായി പോയ അല്ല, നമ്മൾ ആ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു വഴി സന്ദർശിക്കുന്നതിലൂടെ ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാജിക്കൽ പ്രോസസ്സ് ഉണ്ടാവുക. ഒരുപക്ഷെ നമ്മൾ ഒരു ഭിന്നശേഷിക്കാരുടെക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന സമയത്തായിരിക്കാം ദൈവം നമുക്ക് വാരിക്കോരി ബ്ലെസ്സിങ് തരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലെ ഭിന്നശേഷിക്കാരായ മക്കളെ സഹായിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു അവസരം തരാം. ഈ ഇടയായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഒരു മെസ്സേജ് വന്നു, ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണ്ടോട്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കുറെ പേരെ സഹായിക്കണമെന്ന്. പക്ഷേ ഞാൻ കൊച്ചുകുട്ടിയല്ലേ, അപ്പൊ പിന്നെ എനിക്കതിന് പറ്റത്തില്ലല്ലോ. പക്ഷെ ഇപ്പൊ എനിക്കൊരു അവസരം വന്നു, അതുകൊണ്ട് ഞാൻ സഹായിക്കാന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ആയിക്കഴിഞ്ഞ CMC എന്ന പേജിൽ നിന്നും എനിക്ക് കുറച്ച് പേനുകൾ നൽകി. ആ പേനയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ആ പേന പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അത് മാത്രമല്ല ദൈവത്തിന്റെ മക്കളായ ഭിന്നശേഷിക്കാരാണ് ആ പേന ഉണ്ടാക്കുന്നത്. നമുക്ക് എന്തോരം കഴിവുണ്ട് അല്ലെ. ചില സമയത്ത് നമുക്കത് വർക്ക് ചെയ്യാൻ അറിയത്തില്ലായിരിക്കാം. ആ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന പേനയാണ് ഇതൊക്കെ തന്നെ. ഇത് കസ്റ്റമൈസ്ഡ് ചെയ്ത് നമ്മുടെ ഫോട്ടോ വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്ന പേനയാണ്. ഇത് നോക്കി എന്ത് അടിപൊളിയാണെന്ന് നോക്കി. ഇത് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നൽകാവുന്നതാണ്, ബർത്ത്ഡേ ഗിഫ്റ്റ് ആയും. അത് മാത്രമല്ല വിവാഹ സമ്മാനങ്ങളായും നൽകാവുന്നതാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേനയുടെ ഉപയോഗശേഷം ഇതിന്റെ പുറകിൽ വിത്തുണ്ട്, ആ വിത്തിട്ട് കിളിപ്പിക്കാവുന്നതാണ്. മറ്റെന്ത് ഗിഫ്റ്റിനെ പോലും അടിപൊളിയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിത്തിട്ട് കിളിപ്പിച്ച് കഴിയുമ്പോൾ അതൊരു മരമായി മാറും. വർഷങ്ങൾ കഴിഞ്ഞാലും തന്റെ ഫ്രണ്ടിനെ ആ മരം കാണുമ്പോ എന്തായാലും ഓർക്കുമല്ലോ, എന്ത് അടിപൊളി ഗിഫ്റ്റ് ആണല്ലേ. ദൈവം നമുക്ക് ഒരുപാട് കഴിവുകളും അവസരങ്ങളും എല്ലാം തന്നിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ അത് വിനിയോഗിക്കാതിരിക്കുന്ന സമയത്താണ് നമ്മളുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ നമ്മൾ കാണാതെ പോയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ബ്ലോക്ക് ദൈവം എടുത്ത് മാറ്റുകയും നമ്മളുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയാനുള്ള അവസരം അവിടെ ഉണ്ടാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ പേന വേണമെങ്കിൽ യൂട്യൂബിൽ കമന്റ് ഇട്ടാൽ മതി, ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അതിൽ തരാം. അപ്പൊ എങ്ങനാ, നമ്മളുടെ ഒരംശം നാം അവർക്കും കൊടുക്കുകയല്ലേ. സ്മൈൽ ആൻഡ് ബി കോൺഫിഡന്റ്.